ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. കാരണം ഇപ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടവർക്ക് അറിയാം, സൂര്യ 44 ഇതിനെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ടൈറ്റിൽ കണ്ടവർക്ക് അറിയായിരിക്കും വീഡിയോൻ്റെ. പക്ഷേ ഇപ്പോൾ സൂര്യ 44 പടത്തിനെ പറ്റി മിക്കവർക്കും അറിയാം. സൂര്യ കാർത്തിക് സുബ്രാജ് പടമാണ്. പിന്നെ സന്തോഷ് നാരായണ മ്യൂസിക്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പറയാമെന്നതല്ല, ഈ പടത്തിൻ്റെ ഷൂട്ട് ഇന്നാണ് തുടങ്ങിയത്. ജസ്റ്റ് ഇന്ന് തുടങ്ങി. ഈ പടം അനൗൺസ് ചെയ്തിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ പടം ഈ കാലത്ത് ഇനി ഇറങ്ങാനും പോകില്ല. കാരണം സൂര്യയുടെ ഓൾറെഡി അടുത്ത കങ്കു റിലീസ് ചെയ്യാനുണ്ട്. അത് തന്നെ ഏത് കാലത്ത് ഇറങ്ങുമെന്ന് അറിഞ്ഞുകൂടാ. അതും കഴിഞ്ഞിട്ട് ഇനി ഇതിറങ്ങത്തുള്ളൂ. നല്ല ടൈം റിലീസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടും പിന്നെ ജസ്റ്റ് ഇന്ന് ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി എത്രയും കിടക്കുകയാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു അപ്ഡേറ്റും വരത്തില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഇടേണ്ടി വരൂല എന്ന് പറഞ്ഞേക്കാണ് ഞാൻ ഇരുന്നത്. പക്ഷേ എൻ്റെ കണക്കുകളിൽ മൊത്തം തെറ്റിച്ച്, കാര്യങ്ങളുടെ പോക്ക് മൊത്തം മാറി. കാരണം ഇപ്പോൾ ആദ്യം ഒരു അപ്ഡേറ്റ് വന്നു, ഒരു ക്രൂ അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ ശരി പോട്ടെ, ശരി ക്രൂ അപ്ഡേറ്റ് അല്ലേ വിടാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ ഡെയിലി അപ്ഡേറ്റ് തന്നെ, എന്നും അപ്ഡേറ്റ്സ്. അപ്പോൾ അത്രയും വരുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇടാൻ തന്നെ തീരുമാനിച്ചത്. ആദ്യം നമുക്ക് പടത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. സൂര്യ കാർത്തിക് സുബ്രാജ്, അത് തന്നെയാണ് ഈ പടത്തിലെ ഏറ്റവും വലിയ ഹൈപ്പ്. കാർത്തിക് സുബ്രാജ് പടത്തിൽ സൂര്യ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ജസ്റ്റ് കയറി ഹൈപ്പായി. പിന്നെ സന്തോഷ് നാരായണ മ്യൂസിയം, കറക്റ്റ് മഹാൻ കൂട്ടുകെട്ട് പോലെ. പിന്നെ ജീർദണ്ഡയിലും സെയിം ഇതാണ്, മ്യൂസിയം ഡയറക്ടറും സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പുണ്ട്. പിന്നെ ഓൾറെഡി എനിക്ക് മഹാൻ, പേട്ട ഈ രണ്ട് സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജിഗർദണ്ഡ ഞാൻ ഇവരെ കണ്ടില്ല, കാണണമെന്നുണ്ട്, പക്ഷേ ഇവരെ കാണാൻ പറ്റിയില്ല. ഉടനെ തന്നെ കാണണം. പിന്നെ മറ്റേ ജഗമേന്ദ്രവും ഞാൻ കണ്ടില്ല. ബാക്കി കണ്ട രണ്ട് പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർത്തിക് സുബ്രാജിൻ്റെ. അപ്പോൾ ഓക്കെ, അതെല്ലാം വിടാം. അപ്പോൾ പടത്തിൻ്റെ ക്രൂ അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ക്രൂവിന് ആദ്യം വന്നായിരുന്നു ആർട്ട് വർക്ക് ചെയ്യുന്ന ജാക്കിയാണ്, നമ്മുടെ സൂര്യപൂരിലൊക്കെ ചെയ്ത. പിന്നെ സ്റ്റണ്ട് ചെയ്യുന്നത് കമീഷ്യോ ചെയ്ത ഒരാളാണ് ചെയ്യുന്നത്. നമ്മുടെ ജവാനിലും തുപ്പാക്കിക്കെല്ലാം ജവാനിലും തുപ്പാക്കിക്കെല്ലാം സ്റ്റണ്ട് ചെയ്ത പുള്ളിയാണ് ഇതിൽ സ്റ്റണ്ട് ചെയ്യുന്നത്. എല്ലാം കൊള്ളാം, ഓക്കെ, അത് വിടുക, അതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി കാസ്റ്റ് അപ്ഡേറ്റ് വന്നു. കാസ്റ്റ് നോക്കുക. സൂര്യ ഓൾറെഡി ഞാൻ പറഞ്ഞു. പൂജ ഹെഗ്ഡെ, ശരി, എനിക്ക് അവളെ നടിയെ ഇഷ്ടമാണ്. നല്ല എനിക്ക് ആ ഹീറോ എന്നുള്ള രീതി ഇഷ്ടമാണ്. പിന്നെ കാണാനൊക്കെ ഉള്ള അതുകൊണ്ട് നടിയെ ഇഷ്ടമാണ്. പക്ഷെ അവൾ അഭിനയിച്ച എല്ലാ പടവും ബോംബാണ്. രാധേശ്യാം, ബീസ്റ്റ്, ആചാര്യ, പിന്നെ DJ എല്ലാം ബോംബാണ്. അതുകൊണ്ട് ആ ഒരു പേടിയുണ്ട്. എന്നാലും അവളെ ഇഷ്ടമാണ്. ഓക്കെ, ബാക്കി കാസ്റ്റ് നോക്കുക. ജോജു ജോർജ്, ജയറാം, ഇവരൊക്കെയാണ് ബാക്കിയുള്ള കാസ്റ്റുകൾ. ബാക്കി ഇനി ഒഷിലി വരും. വന്ന കാസ്റ്റുമൊക്കെ എല്ലാം ഭയങ്കര ഫ്രഷ് കാസ്റ്റുകൾ. അതായത് സൂര്യയായിട്ട് അവരൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ കിടില്ല. സൂര്യ, ജോജു, ജയറാമും കൂടെ വരുമ്പോഴത്തേക്ക് അത് തന്നെ എന്താ ഹൈപ്പായിരിക്കുകയാണ്. അതങ്ങനെ കിടില്ല. ഒരു കാസ്റ്റ് അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ ഇത്രയായി. ശരി, അതോടുകൂടി തീർന്നെന്ന് വിചാരിച്ച് ഉടനെ അടുത്ത ദിവസം അപ്ഡേറ്റ്. ഷൂട്ട് തുടങ്ങുന്ന ആൻഡമാൻ ഐലൻഡിലാണ് ഷൂട്ട് തുടങ്ങുന്നതെന്നും പറഞ്ഞ് അതിൻ്റെ ഷൂട്ടിംഗ്, അതിൻ്റെ ഓഫ് സംഭവം ചില സാധനങ്ങളൊക്കെ വിട്ടായിരുന്നു. ഓക്കെ, അതും കൊള്ളാം. എൻ്റെ BGM സന്തോഷ് സാധനം BGM നല്ലതായിരുന്നു. അതും ഒക്കെ ആട്ടോ, ഓക്കെ, എല്ലാം പോട്ടെന്ന് വിചാരിച്ച്. അപ്പോഴാണ് പടത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് താങ്ങുന്ന പുറത്ത് വിട്ട്. കിട്ടില്ല സാധനം. എനിക്ക് അതിനപ്പുറത്ത് ഞാൻ സൂര്യ ഫാൻ ഇരുന്നല്ലേ, നിങ്ങൾ ഏത് ഫാനും ആയിക്കോട്ടെ ചെന്ന് കണ്ടുപോയിക്കോ, കിട്ടില്ല സാധനം. ആ ഒരു ബാക്ക് ഷോട്ട് നിന്നാണ് സാധനം സ്റ്റാർട്ട് ചെയ്തത്. പടത്തിൻ്റെ മറ്റേ ക്ലാബ് ബോർഡ് നോക്കിയാൽ അറിയാം. സൂര്യ 44 44ാമത്തെ സീനാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഷോട്ടാണ് ഷൂട്ട് ചെയ്ത് നമ്മൾക്ക് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു ബാക്ക് ഷോട്ട്. ആ ബാക്ക് ഷോട്ടിൽ നിന്ന് തന്നെ ഓക്കെ സാധനം സീൻ എന്നുള്ള ലെവലായി. പിന്നെ അവസരം ആ ഡാർ ലുക്കും. ബാക്കി നിങ്ങൾ പോയി കാണാത്തതുണ്ടെങ്കിൽ കാണുക. അന്യായ സാധനം, വേറെ ഒന്നും പറയില്ല. സന്തോഷ് നാരായണൻ്റെ BGM ആയാലും സീൻ കിട്ടില്ല സാധനം. ഈ ഒരു ഒറ്റ വീഡിയോ തന്നെ ഹൈപ്പങ്ങ് കയറി. എനിക്ക് ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് കാർത്തിക് ഞാൻ ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. കാരണം മഹാൻ കണ്ട്, പേട്ട കണ്ട് ത്രില്ലടിച്ച് എനിക്ക് എന്താണോ വേണ്ടിയിരുന്നത് അതാണ് ഇതൊന്നും കൂടെ കിട്ടും എന്നെനിക്ക് മനസ്സിലായത് ഈ ഒറ്റ വീഡിയോ കൊണ്ട്. സാധനം സീൻ. ഇത് കണ്ട് ഞാൻ ഇതിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതും കൂടെ ഇത്രയും അപ്ഡേറ്റ്സ് എന്നിട്ട് ഞാൻ ഇട്ടില്ലെങ്കിൽ മോശം. ഒരാൾ ചെയ്ത് വന്നപ്പോൾ ഉറപ്പായിട്ട് വിട്ടത്. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതിവിടെ വന്നപ്പോൾ ഞാൻ ഉറപ്പായിട്ട് തീരുമാനിച്ചു സാധനം പോയി കണ്ടു നോക്കുക. അന്യായം കാർത്തിക് സുബ്രാജിൻ്റെ അടുത്ത സംഭവം തന്നെ ആയിരിക്കും. പടത്തിനുള്ള ഹൈപ്പ് എനിക്കങ്ങ് കയറി, കിടിലൻ സാധനം. ഇനി സൂര്യയും കാർത്തിക് സുബ്രാജോടെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. സൂര്യയുടെ ലൈനപ്പ് എല്ലാം ഇപ്പോൾ അന്യായമായിട്ട് വരികയാണ്.
കങ്കുവാ ഈ പടം ഇനി ഇതിൻ്റെ പേരൂടെ വരാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റിംഗ്. ഇനി അടുത്ത അപ്ഡേറ്റ് വരുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. കാർത്തികണ്ണ അമ്മാരി അപ്ഡേറ്റ്സിനെ വാരി പറക്കി ഇടുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും സീൻ സാധനം കാണത്തിലുണ്ടെങ്കിൽ കണ്ടുവെക്കുക. അടിപൊളി അടിപൊളി അടിപൊളി. ബാക്കി കണ്ടറിയാം. ഓക്കെ ബൈ.